Hello all, welcome to News in 360 Degree by Civils 360 IAS Academy. ഇന്നത്തെ എഡിറ്റോറിയലുള്ള ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു IT റൂൾസിന്റെ അമെൻമെന്റ് വന്നായിരുന്നു. അതിന് ബോംബെ ഹൈക്കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസം മുന്നേ. സോ അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇന്നത്തെ ന്യൂസ് വന്നിട്ടുള്ളത്. സോ യൂണിയൻ ഗവൺമെന്റ് 2023 IT റൂൾസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ്, ഈ റൂള് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2023. ആ അമെൻമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഉണ്ടാവും. സോ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഏതെങ്കിലും പീസ് ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ ഈ സോഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോംസിനെയാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലുള്ള പ്ലാറ്റ്ഫോംസിനെയാണ്. അപ്പൊ ഈ ഇന്റർമീഡിയറീസിൽ ഏതെങ്കിലും പീസ് ഓഫ് ഇൻഫർമേഷൻ, ആരെങ്കിലും പോസ്റ്റ് ചെയ്തൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഫേക്ക് ആണെന്നോ ഫോൾസ് ആണെന്നോ മിസ്ലീഡിംഗ് ആണെന്നോ ഗവൺമെന്റിന്റെ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് കണ്ടുപിടിച്ചാൽ ആ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറ്റിക്ക് ബാധ്യതയുണ്ട് ആ പീസ് ഓഫ് ഇൻഫർമേഷൻ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്യും. സോ അങ്ങനെ റിമൂവ് ചെയ്യാണ്ടിരുന്നാൽ, അതായത് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഓർഡർ കൊടുത്തു, അതിനെ ഫോളോ ചെയ്യാണ്ടിരുന്നാൽ ഈ പ്ലാറ്റ്ഫോംസ് അവരുടെ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ ലൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ എന്താണ് ഈ സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ? സേഫ് ഹാർബർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു തേർഡ് പാർട്ടി യൂസ് ചെയ്യുന്നതാണല്ലോ ഈ സോഷ്യൽ മീഡിയ ആപ്സ്. അതായത് നമ്മളൊക്കെ യൂസേഴ്സ് എന്ന് നോക്കി വി ആർ തേർഡ് പാർട്ടീസ്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന് ഒരു ലീഗൽ ലയബിലിറ്റി ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിന് ഇല്ല എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ക്ലോസ് ആണ് സേഫ് ഹാർബർ ക്ലോസ്. അപ്പൊ ഈ സേഫ് ഹാർബർ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി എന്താണ് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് പറയുന്ന പോലെ, ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള ബാധ്യത ഈ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസിന് ഉണ്ട് എന്ന രീതിക്ക് ഈ IT റൂൾസിനെ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അമെൻഡഡ് റൂളിനെ ബോംബെ ഹൈക്കോർട്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. സോ ഒരു ടൈ ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്, പിന്നെ ഒരു ടൈ ബ്രേക്കർ എന്നുള്ള രീതിക്കാണ് വേർഡിക്റ്റ് വന്നത്. അപ്പൊ അതില് ഇതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. അതിന് കാരണം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അണ്ടർ ആർട്ടിക്കിൾ 19(1) വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇഷ്യൂ. സോ നമുക്കറിയാം, ആർട്ടിക്കിൾ 19 ക്ലോസ് 2 കീഴിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആക്ച്വലി ഫ്രീഡം ഓഫ് സ്പീച്ച് ഇതിന് പുറത്തുള്ള റെസ്ട്രിക്ഷൻ എന്താ പറയാ, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള ബേസിസിൽ ഈ പറയുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതായത് ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് പലപ്പോഴും എന്താണ്, പബ്ലിക് ഓർഡറിനെയോ മൊറാലിറ്റിയോ ബാധിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ പബ്ലിക് ഓർഡറിന് ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കൊക്കെയാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരുന്നത്. പക്ഷേ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള ബേസിസിൽ ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 19(2) കീഴിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നും, അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ ചില്ലിംഗ് എഫക്ട് ഓൺ ഫ്രീ സ്പീച്ച് എന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ഇതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. സോ ഫ്രീ മീഡിയ വേഴ്സസ് റെഗുലേഷൻ ഓഫ് മീഡിയ ഒരു ഡിബേറ്റ് ആണ് എപ്പോഴും. ഒരു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമുക്ക് എപ്പോഴും മീഡിയ റെഗുലേഷന്റെ ടോപ്പിക്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഫ്രീ മീഡിയ ആബ്സല്യൂട്ട് ഫ്രീഡം മീഡിയക്ക് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എന്താണ്, നമുക്കറിയാം, നമ്മളിപ്പോ ഒരു പോസ്റ്റ് ട്രൂത്ത് വേൾഡിലാണ് ജീവിക്കുന്നത്. ഈ പറയുന്ന ഡീപ് ഫേക്സ്, ഫോൾസ് ന്യൂസ്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്, ഇൻഫർമേഷൻ ഓവർലോഡ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സം കൈൻഡ് ഓഫ് റെഗുലേഷൻ ഇസ് നെസസറി. പക്ഷെ അതേസമയം ദാറ്റ് റെഗുലേഷൻ കനോട്ട് ബി ഭയങ്കരമായൊരു സ്റ്റേറ്റിന്റെ കടന്നുകയറ്റമാവാനും റെഗുലേഷൻ പറ്റില്ല. എന്തുകൊണ്ട് ഫ്രീ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാവുന്നത് അപ്ഹോൾഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അണ്ടർ ആർട്ടിക്കിൾ 19. അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, മീഡിയ ഫങ്ഷൻസ് ആസ് ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി, ടു സ്പീക്ക് പവർ ടു ട്രൂത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം. 3, ഇറ്റ്സ് എ മേജർ ടൂൾ ഫോർ അക്കൗണ്ടബിലിറ്റി. ഈ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ആക്ടിവിറ്റീസിനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് മേക്സ് ദ ഗവൺമെന്റ് മോർ അക്കൗണ്ടബിൾ. സോ എക്സിസ്റ്റിംഗ് റെഗുലേറ്ററി മെക്കാനിസംസ് എന്ന് പറയുന്നത് ലാർജ്ലി സെൽഫ് റെഗുലേറ്ററി ആണ്. ഉദാഹരണത്തിന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ,
ഇതൊക്കെ സെൽഫ് റെഗുലേറ്ററി മെക്കാനിസംസ് ആണ്. ഈ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലൊന്നും എന്താ ഈ ഡിജിറ്റൽ മീഡിയയോ സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസോ ഒന്നും പെടുന്നില്ല. ആൻഡ് ദീസ് ആർ ന്യൂവർ ഫോംസ് ഓഫ് എന്താ മീഡിയ, ന്യൂസിന് വേണ്ടിയിട്ടുള്ള ന്യൂവർ പ്ലാറ്റ്ഫോംസ് ആണ്. അവിടെ ഈ പറയുന്ന പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് ഒന്നും ബാധകമാവുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെ എന്താണ് ഗവൺമെന്റിന് ഒരു ആബ്സല്യൂട്ട് പവർ കിട്ടുന്നുണ്ട് ഈ പറയുന്ന അമെൻഡഡ് റൂൾസ് പ്രകാരം. അതായത് എന്താണ് ട്രൂ എന്താണ് ഫോൾസ് എന്നുള്ളത് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അത് പോസിബിൾ ആവില്ല എന്നുള്ള രീതിക്കാണ് കോടതി അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അതിന്റെ ഒരു ക്രക്സ് തന്നെയാണ് ഈ ആർട്ടിക്കിളിലും പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇൻക്ലൂഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ആയുഷ്മാൻ ഭാരത് PM ജനാരോഗ്യ യോജന സ്കീം. ഒരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ് ഉണ്ട്, നാഷണൽ ഡിസബിലിറ്റി നെറ്റ്വർക്ക്. സോ നമുക്ക് GS2 സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്റ്റീവില് മാത്രമല്ല ഈ NGOs, SHGs, പ്രഷർ ഗ്രൂപ്പ്സ് അവിടെയൊക്കെ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന രീതിക്ക് ഓർഗനൈസേഷനെ മെൻഷൻ ചെയ്യാവുന്നതാണ്, നാഷണൽ ഡിസബിലിറ്റി നെറ്റ്വർക്ക്. അപ്പൊ ഈ നാഷണൽ ഡിസബിലിറ്റി നെറ്റ്വർക്ക് അഭിപ്രായപ്പെട്ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിനെ ഈ PM ജനാരോഗ്യ യോജനയുടെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളത്. സോ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് PMJAY സ്കീം. ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയുന്ന ഒരു അംബ്രല്ല സ്കീമാണ്. 2018 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഇസ് ടു അച്ചീവ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. യുണൈറ്റഡ് നേഷൻസിന് കീഴിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അതിന്റെ ടാർഗറ്റ് 3.8 കൂടിയാണ് ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നത്. ഇതിന്റെ നോഡൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് പൊതുവെ എന്താണ് രണ്ട് ടൈപ്പ് ഉണ്ട്, സെൻട്രൽ സെക്ടർ സ്കീംസും ഉണ്ട്, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസും ഉണ്ട്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റും സെൻട്രലും രണ്ടും ഇതിന്റെ എക്സ്പെൻഡിച്ചർ വഹിക്കും ഒരു പെർസെന്റേജ് വെച്ചിട്ട്. 70:30 ഒക്കെയാണ് യൂഷ്വലി, അല്ലെങ്കിൽ 60:40. ആ ഒരു റേഷ്യോ വെച്ചിട്ട് സെൻട്രും സ്റ്റേറ്റും രണ്ടും ഒരു സ്കീമിന്റെ ചെലവ് വഹിക്കും. പക്ഷെ അതേസമയം സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി സെൻട്രലി സ്പോൺസർ എന്താണ് സെൻട്രൽ ആയിരിക്കും അതിന്റെ എക്സ്പെൻഡിച്ചർ നോക്കുക. ഇതിന് ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് അതോറിറ്റി ആണ്. മാത്രമല്ല ഇതിന്റെ കീഴിൽ ഒരു ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കൂടിയുണ്ട്, വിച്ച് വാസ് ലോഞ്ച്ഡ് ഇൻ 2021. ഒരു എല്ലാ സിറ്റിസൺസിനും, ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും ഒരു യുണീക് ഡിജിറ്റൽ ഹെൽത്ത് ID പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ യുണീക് ഹെൽത്ത് ID വെച്ചിട്ട് എന്താണ് ഹോസ്പിറ്റൽസിനും ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനും ഒക്കെ നമ്മുടെ ഹെൽത്ത് ഡേറ്റ, നമ്മുടെ ഡേറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും അണ്ടർ ദിസ് യുണീക് ഹെൽത്ത് ID. ഇതിന്റെ ഒരു കോമ്പണന്റ് ആണ് PMJAY അഥവാ പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന. ഈ ജനാരോഗ്യ യോജന എന്ന് പറയുന്നത് ലോകത്തിലെ ലാർജസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഒരു 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറേജ് പെർ ഫാമിലി കൊടുക്കാനായിട്ടാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു എൻടൈറ്റിൽമെന്റ് ബേസ്ഡ് സ്കീമാണ്. ലേറ്റസ്റ്റ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഡേറ്റ പ്രകാരമാണ് ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മാത്രമല്ല ഈ നമ്മുടെ ഹെൽത്ത് കെയർ അത്ര ആക്സസിബിൾ അല്ലാത്ത വൾണറബിൾ പോപ്പുലേഷൻ ഗ്രൂപ്പ്സിന് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉള്ളത്. ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ റുട്ടീൻ ഹെൽത്ത് കെയറിനെയാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയാ. കുറച്ചുകൂടെ സ്പെഷ്യലൈസേഷൻ വേണ്ടതിന് സെക്കൻഡറി ഹെൽത്ത് കെയർ എന്നും, അതിലും എന്താ പറയാ കുറച്ചുകൂടെ സ്പെഷ്യലൈസേഷനും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് എക്വിപ്മെന്റ്സും ഒക്കെ വേണ്ടതിന് ടെർഷ്യറി കെയർ എന്നും പറയും. പലപ്പോഴും പ്രൈമറി ഹെൽത്ത് കെയർ വൾണറബിൾ പോപ്പുലേഷൻസിന് ആക്സസിബിൾ ആണെങ്കിലും സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഹെൽത്ത് കെയർ ആക്സസിബിൾ ആവാറില്ല. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് PM ജനാരോഗ്യ യോജന കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ജനാരോഗ്യ യോജനയ്ക്ക് കീഴിൽ there are no restrictions on family size, age or gender. മാത്രമല്ല സീംലെസ് പോർട്ടബിലിറ്റി എനേബിൾഡ് ആണ്. അതായത് ഇന്ത്യയിൽ എവിടെ വേണോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താ പറയാ GS2 ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രസന്റ് ഇൻഷുറൻസ് പെനട്രേഷൻ ഇൻ ഇന്ത്യ വളരെ കുറവാണ്. ഫൈനാൻഷ്യൽ ഇയർ 2023 ഇന്ത്യയുടെ ഹെൽത്ത് പെനട്രേഷൻ സ്റ്റോഡ് 4%. അതും മെജോറിറ്റിയും ലൈഫ് ഇൻഷുറൻസ് സെക്ടറിനാണ് വരുന്നത്. സോ ഇൻഷുറൻസ് പെനട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് ഗവൺമെന്റ് പ്രൊവൈഡഡ് ആയിട്ടുള്ള ഫ്രീ സർവീസ് അല്ലാണ്ട് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു ഫ്രം ആർ പോക്കറ്റ്സ്, അങ്ങനത്തെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, which is 39.4% in 2021-22.
ഇത് ലേറ്റസ്റ്റ് ഡേറ്റയാണ് റിലീസ് ബൈ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട് എസ്റ്റിമേറ്റ്സ് പ്രകാരം ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുള്ളത് 2021-22 വരെയുള്ളതാണ്, വിച്ച് ഇസ് 39.4%. സോ അതുകൂടാണ്ട് ഈ ഹെൽത്ത് കെയർ അഫോർഡബിൾ ആക്കുക, ആക്സസിബിൾ ആക്കുക, എസ്പെഷ്യലി ടു പുവർ ആൻഡ് വൾണറബിൾ പോപ്പുലേഷൻ. ഇതൊക്കെ കൊണ്ടുകൂടിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇമ്പോർട്ടന്റ് ആവുന്നതും ഈ സ്കീം വളരെ സിഗ്നിഫിക്കന്റ് ആവുന്നതും. ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നമുക്കറിയാം October 2 ഗാന്ധി ജയന്തി. സ്വച്ഛ് ഭാരത് മിഷൻ ലോഞ്ച് ചെയ്തിട്ട് 10 years ആയിട്ടുണ്ട്. സോ ഇപ്പൊ സ്വച്ഛ് ഭാരത് 2.0 ആണ് ഓടുന്നത് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ. ആ കോണ്ടെക്സ്റ്റില് പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. More than 12 crore toilets have been built and the scope of toilet coverage reached 100%. ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ 40% in 2014. ഇപ്പോൾ ടോയ്ലറ്റ് കവറേജ് 100% ആയിട്ടുണ്ടെന്നും more than 12 crore toilets ബിൽഡ് ചെയ്തു എന്നും പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. സോ സ്വച്ഛ് ഭാരത് മിഷൻ എന്താണെന്ന് ബ്രീഫ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ്? ഓപ്പൺ ഡെഫിക്കേഷൻ എലിമിനേറ്റ് ചെയ്യുക, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഒരു ക്ലീൻ ഇന്ത്യ മിഷൻ എന്ന് കൂടിയാണല്ലോ ഇതിനെ പറയാ. ക്ലീൻ ഇന്ത്യ ബിൽഡ് ചെയ്യാനുള്ള ഒരു മിഷനാണ് സ്വച്ഛ് ഭാരത് മിഷൻ. ഇപ്പൊ സ്വച്ഛ് ഭാരത് 2.0 ആണ് നടക്കുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട്. വേറൊരു ന്യൂസ്, പ്രൈം മിനിസ്റ്റർ ഒരു വെൽഫെയർ പാക്കേജ് ലോഞ്ച് ചെയ്തു ഫോർ ട്രൈബൽ വില്ലേജസ്. സോ ഇത് കുറച്ചു ദിവസം മുന്നേ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. PM ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ യോജന എന്നായിരുന്നു ക്യാബിനറ്റ് ഇത് ക്ലിയർ ചെയ്തപ്പോ പറഞ്ഞിരുന്നത്. ഇപ്പൊ ജാർഖണ്ഡിൽ ഇത് ലോഞ്ച് ചെയ്തപ്പോ ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ എന്നാണ് ഇതിനെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. ഈ ധർത്തി ആബ എന്ന് പറയുന്നത് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാറില്ലേ, ബിർസ മുണ്ടയെ പല ട്രൈബൽസും റെവറൻലി വിളിക്കുന്ന ഒരു പേരാണ് ധർത്തി ആബ എന്ന് പറയുന്നത്. സോ ബിർസ മുണ്ടയെ ഓണർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിനെ റീനെയിം ചെയ്ത് ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ യോജന എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ സ്കീമിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ടു ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, റൂറൽ ഏരിയാസിൽ റിസൈഡ് ചെയ്യുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ബേസിക് സ്കീം എന്ന് പറയുന്നത് ഇതാണ്. ഇത് വളരെ ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഒരുപാട് കമ്പണൻസ് ഉണ്ട് ഇതിന്റെ കീഴിൽ. ഇതിന്റെ നോഡൽ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. അഗൈൻ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സോ ഇപ്പോ ഈ ലോഞ്ച് ചെയ്തേക്കുന്ന ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ കവറേജ് ഫോർ ട്രൈബൽ ഫാമിലീസ് ഇൻ ട്രൈബൽ മെജോറിറ്റി വില്ലേജസ്. സാച്ചുറേഷൻ കവറേജ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരാളെ പോലും വിട്ടുപോകാണ്ട് സാച്ചുറേറ്റഡ് ആയിട്ട് ബേസിക് ഫെസിലിറ്റീസിന്റെ കവറേജ് കൊടുക്കുക. അതാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 63,000 വില്ലേജസ് കവർ ചെയ്യും ഈ സ്കീം. 5 crore ട്രൈബൽ പീപ്പിളിനെ ബെനിഫിറ്റ് ചെയ്യും. മറ്റൊരു കമ്പോണന്റിനെ പറ്റിയിട്ട് കുറച്ചു ദിവസം മുന്നേ ന്യൂസിൽ ഉണ്ടായിരുന്നു, ഈ ആർട്ടിക്കിളും പറയുന്നുണ്ട്. അതായത് 1 component of the package will provide up to 5 lakh to tribal families to turn their houses into homestays to boost tourism. അതായത് എന്താ പറയാ, ട്രൈബൽ ആന്റർപ്രണർഷിപ്പ് വളർത്താനായിട്ട് 5 lakh rupees വരെ അവരുടെ ഹോം സ്റ്റേസ്, ഈ ടൂറിസം വികസിപ്പിക്കാനായിട്ട് ഹോം സ്റ്റേസ് ആയിട്ട് അവരുടെ സ്റ്റേസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് 5 lakh rupees വരെ കൊടുക്കുന്ന ഒരു കമ്പോണന്റും ഈ സ്കീമിന് കീഴിലുണ്ട്. സോ നമ്മളൊരു GS1 പെർസ്പെക്ടീവിലായാലും GS2 സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്ടീവിലായാലും എന്തൊക്കെയാണ് ഈ സ്കീംസ്, വൾണറബിൾ സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് എന്തൊക്കെയാണ് ഗവൺമെന്റ്, അതറിയണം. അപ്പോ പ്രിലിംസ് പെർസ്പെക്ടീവിലാണെങ്കിൽ ഈ സ്കീമിന്റെ സ്പെസിഫിക്സ് എന്താണെന്ന് അറിയണം. ഈ സ്കീം ചോദിച്ചാൽ PMJUGA ചോദിച്ചാൽ അത് എന്ത് റിലേറ്റഡ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്റർനാഷണൽ ന്യൂസില് ജിബൂത്തിയില് ഒരു ബോട്ട്, മൈഗ്രന്റ് ബോട്ട് ക്യാപ്സൈസ് ചെയ്തിട്ട് ഒരു ട്രാജഡി നടന്നായിരുന്നു. അപ്പോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അതിനെപ്പറ്റി ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്. സോ ഇതാണ് ഈ കോണ്ടെക്സ്റ്റിൽ ജിബൂത്തി എവിടെയാണ്, ആഫ്രിക്കയുടെ മാപ്പ് ഒക്കെ നമുക്ക് മാപ്പിംഗിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. സോ എവിടെയാണ് ഈ സ്ഥലങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ജിബൂത്തി എന്ന് പറയുന്നത് ഈ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് നമ്മൾ വിളിക്കുന്ന ഇവിടെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഈ ഒരു ചെറിയ രാജ്യമാണ് ജിബൂത്തി. ജിബൂത്തി നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്ടീവിൽ പറയുമ്പോൾ ജിബൂത്തിയില് ചൈനയ്ക്ക് ഒരു മിലിറ്ററി ബേസ് ഉണ്ട്, ചൈനയുടെ ഒരു ബേസ് ഉണ്ട്. സോ ചൈന ഇൻക്രീസിംഗ്ലി, ഇവിടെ ഇന്ത്യൻ ഓഷൻ ഉണ്ടല്ലോ, താഴോട്ട് ഇന്ത്യൻ ഓഷൻ ഉണ്ട്, അറേബ്യൻ സീ ഇന്ത്യൻ ഓഷൻ ഉണ്ട്. അപ്പൊ ഈ ചൈന ഇൻക്രീസിംഗ്ലി ഇന്ത്യൻ ഓഷൻ റീജിയനിൽ അതിന്റെ പ്രസൻസ് വർദ്ധിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഈ ചൈനയുടെ ജിബൂത്തിയിലെ ബേസ് എന്ന് പറയുന്നത് നമ്മളൊരു ത്രെട്ട് ആയിട്ടായിരുന്നു കണ്ടത്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് മൗറീഷ്യസ് കുറച്ചുകൂടെ താഴോട്ടായിട്ട് വരും. മൗറീഷ്യസിലുള്ള അഗലേഗ ഐലൻഡ്സ്,
അഗലേഗ ഐലൻഡ്സിൽ നമ്മളും ഇന്ത്യയും ഒരു മിലിറ്ററി ബേസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിയേണ്ടത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനെ പറ്റിയിട്ടാണ്. യുണൈറ്റഡ് നേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഇന്റർ ഗവൺമെന്റൽ ബോഡീസും ഒക്കെ ഇപ്പൊ WHO ആയാലും UNSC ആയാലും യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്തൊക്കെയാണെന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞു വെക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് UN റിലേറ്റഡ് ആയിട്ടുള്ള ബോഡീസിനെ പറ്റിയിട്ട്. സോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇറ്റ്സ് എൻ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ that provides services and advice concerning migration to governments and migrants, including internally displaced persons, refugees and migrant workers. അപ്പൊ ശ്രദ്ധിക്കുക, മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് സർവീസസും അഡ്വൈസസും ഗവൺമെന്റ്സിനും കൊടുക്കും, മൈഗ്രൻസിനും കൊടുക്കും, ഇൻക്ലൂഡിംഗ് ഇന്റേർണലി ഡിസ്പ്ലേസ്ഡ് മൈഗ്രൻസ്. ഈ എക്സ്റ്റേണൽ മൈഗ്രൻസിന് മാത്രമല്ല, ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് നേരിടുന്ന, അതായത് മൈഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കോംപ്രിഹെൻസീവ്ലി അഡ്രസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡിലാണ്. പിന്നെ ഇത് 2 റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ടും മൈഗ്രേഷൻ ഹെൽത്ത് ആനുവൽ റിപ്പോർട്ടും. നമ്മൾ പലപ്പോഴും ഈ റിപ്പോർട്ട്സ് എന്നൊക്കെയാണ് മെയിൻസിന് എഴുതാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കുക. അപ്പം ന്യൂസിൽ ഈ പറയുന്ന റിപ്പോർട്ട്സിന്റെ സ്റ്റാറ്റ്സ് കണ്ടാൽ IOM-ന്റെ ആണെന്ന് മനസ്സിലാക്കുക, വാലിഡ് സ്റ്റാറ്റ്സ് ആയിരിക്കും. സോ മെയിൻസിൽ നമുക്ക് വാല്യൂ എൻറിച്ച്മെന്റിനായിട്ട് യൂസ് ചെയ്യാവുന്ന സ്റ്റാറ്റ്സ് പലപ്പോഴും വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ടെന്നും മൈഗ്രേഷൻ ഹെൽത്ത് ആനുവൽ റിപ്പോർട്ടെന്നും എടുക്കാറുണ്ട്. സോ ഇത് IOM-ന്റെ ആണ് എന്നുള്ളത്, ഈ 2 പബ്ലിക്കേഷൻസും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ ആണ് എന്നുള്ളത് നമ്മൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കണം. ഇതുപോലത്തെ റിപ്പോർട്ട്സ് ഏത് ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ആണെന്ന് മൾട്ടിപ്പിൾ ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വേറെ പല റിപ്പോർട്ട്സിനെയും പറ്റിയിട്ട്, ഇപ്പം IMF-ന്റെ ഒക്കെ റിപ്പോർട്ട്സ് റിലേറ്റഡ് ആയിട്ട്. സോ ഇതും ഓർത്തു വെച്ചിരിക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.